ഹായ് കൂട്ടുകാരെ, രാവിലെ 6 മണിക്ക് നടക്കാൻ പോകാൻ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. വെളിച്ചം വരുന്നതേ ഉള്ളൂ. നമ്മുടെ വീടിൻ്റെ താഴെയുള്ള റോട്ടിൽ കൂടി കുറേ അങ്ങ് പോയി ഒരു അരമണിക്കൂർ നടന്നിട്ട് വരുമ്പോഴത്തേക്ക് നല്ല വെളിച്ചം വരുവേ. ഏട്ടൻ്റെ 5 മണിക്ക് നടക്കാൻ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട്. ഞാനിനിയും കുറച്ചും കൂടി നടന്നിട്ട് തിരിച്ച് പോവുള്ളൂ. ഞാൻ താമസിച്ചല്ലേ ഇറങ്ങുന്നത്. നമ്മുടെ വീടിൻ്റെ താഴെ എത്തിയപ്പം കൊന്നമരത്തിൻ്റെ മുകളിലായിട്ട് കിളികളൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി പറന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഫോണൊക്കെ എടുത്ത് കിളികളെയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് കുറേ താമസിച്ചാണ് തിരിച്ച് വന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ അണ്ണാക്കുട്ടൻ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. ഞാൻ ആ ബന്ധിച്ചെടിയുടെ മറയിൽ കുറച്ച് സമയം മാറി നിന്നു. അവൻ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിച്ചേ. മൂപ്പർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ കയറി വന്ന കണ്ടതും അവൻ ഒറ്റ ഓട്ടമായിരുന്നു. ഇത്രയും നാളായിട്ടും എന്നെ കണ്ട് അവൻ ഓടും. പിന്നെ അവൻ വീടിൻ്റെ മുമ്പിലുള്ള മരത്തിൽ കയറിയിരുന്ന് എന്തൊക്കെയോ പരാതി പറയുന്നുണ്ടായിരുന്നു. ഒരാൾ അങ്ങേ സൈഡിൽ നമ്മുടെ മുരിങ്ങ മരത്തിൻ്റെ അപ്പുറത്ത് കൊടിവള്ളിയിൽ ഇരിക്കുന്നുണ്ട്. മോള് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള മുട്ടയൊക്കെ പുഴുങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. മത്തങ്ങയും ചേമ്പും കൂടിയാണ് ഇന്ന് കറി ഉണ്ടാക്കുന്നത്. കപ്പളങ്ങ തോരനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പോയി മീൻ വാങ്ങിയിട്ട് വന്ന് കേതലാണ് കിട്ടിയത്. മാങ്ങ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് പച്ചമുളകും കറിവേപ്പിലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് ഒരു കുഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാവേ. നമ്മുടെ അരി വേകാറായിട്ടുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് തന്നെ വെച്ച് കൊടുക്കാം മീൻകറി. കേതലൊക്കെ ആകുമ്പോൾ ഒന്ന് ഫുള്ളേ തരുള്ളൂ. അപ്പം കുറച്ച് നമ്മൾ തിരുമ്മി മാറ്റി വെച്ചു. നമ്മുടെ മീൻകറി ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് വാങ്ങി അടച്ച് വെച്ച് കൊടുക്കാവേ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഇതാ അവിടെ ഇരുന്ന് തിളയ്ക്കുന്നു. ഇനി നമുക്ക് പോയിട്ട് പയറ് നടാനുണ്ട്.